രഞ്ജിത്ത്, ഇതാണ് ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഒരുപക്ഷെ പ്രേക്ഷകരിലേക്ക് എത്താൻ കഴിയുമെന്ന് കരുതുന്നു. ഇതിന്റെ ഉള്ളടക്കം പൂർണ്ണമായും ഉൾപ്പെടുത്തിയിരിക്കുന്ന 177 പേജ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കമാണിത്. അതിന്റെ പ്രിന്റ് ഔട്ട് കോപ്പിയാണ് ഈ കാണുന്നത്. ഈ ഉള്ളടക്കത്തിൽ വളരെ വ്യക്തമായി തന്നെ ഇതിൽ എന്താണ് ഉള്ളത് എന്ന കാര്യം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ ആദ്യ പേജ്. തുടർന്നുള്ള മറ്റു പേജുകൾ ഇങ്ങനെയാണ്. ഈ തരത്തിലേക്കാണ് ആ പുസ്തകം പോകുന്നത്. ഇതിൽ ആ പുറം ചട്ട കൂടി ഉൾപ്പെടുത്തപ്പെട്ടാൽ പൂർണ്ണമായും പുസ്തകം അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തും. പക്ഷേ ഇപ്പോൾ ഈ കാണുന്നതാണ് ആ പുസ്തകം. ആ പുസ്തകത്തിന്റെ ഓരോ പേജുകളിലും നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വിശദമായ രൂപം തന്നെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതാണ് സാഹചര്യം. അതായത് 177 പേജുള്ള ഈ പുസ്തകത്തിന്റെ പൂർണ്ണ രൂപമാണ് ഈ ഇപ്പോൾ നമ്മുടെ കൈവശം ഇരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായ ഉള്ളടക്കമുണ്ട്. ഇതിൽ നേരത്തെ നമ്മൾ പരാമർശിച്ച വിശദമായ EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്താണെന്ന് വ്യക്തമാക്കുന്ന, അദ്ദേഹത്തിൻ്റെ തുടക്കകാലം എന്താണെന്ന് വ്യക്തമാക്കുന്ന, ചെറുപ്പം എങ്ങനെയായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനായുള്ള തുടക്കം എങ്ങനെയാണ്, ഇതടക്കമുള്ള വ്യക്തമാക്കുന്ന വിശദമായ ഒരു ആത്മകഥാംശമുള്ള പുസ്തകം തന്നെയാണിത്. പൂർണ്ണമായും അദ്ദേഹം തയ്യാറാക്കി നൽകിയ ഡ്രാഫ്റ്റ് കോപ്പി, പിന്നീട് അതിൽ വരുത്തിയ കൂട്ടിച്ചേർക്കലുകൾ, അതിനൊടുവിലാണിത് പ്രസിദ്ധീകരണ യോഗ്യമായി എത്തുന്നത് എന്നതുകൂടിയാണ് സാഹചര്യം. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ടതായി കൂടി മാറുകയാണ് എന്നതാണ്. അതായത് EP ജയരാജൻ നിഷേധിക്കുന്നുവെങ്കിൽ കൂടിയും DC ബുക്സ് ഈ പുസ്തക പ്രകാശനവുമായി മുന്നോട്ട് പോകുന്നു. അതിന് എല്ലാ ഒരുക്കങ്ങളും അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ ഇത് കാണാം. ഈ പുസ്തകത്തിന്റെ വളരെ കൃത്യമായ കോപ്പി തന്നെ എൻ്റെ കൈവശവും അത് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി തന്നെ അത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നതും നിർണായകമാണ്. യാതൊരു സംശയവുമില്ല ഇക്കാര്യത്തിൽ. നമുക്ക് അത് വ്യക്തമാണ്. എൻ്റെ കയ്യിലും ഉള്ള ഈ കോപ്പിയിൽ വളരെ കൃത്യമായി തന്നെ ഈ പുസ്തകത്തിന്റെ, അത് 180 പേജുകളോളമുള്ള ഒരു പുസ്തകം, 181 പേജുള്ള ഒരു പുസ്തകമാണ്. അതിൽ കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതശൈലി, 3 ഉപതെരഞ്ഞെടുപ്പും പാർട്ടിയും എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഈ 3 ഉപതെരഞ്ഞെടുപ്പും പാർട്ടിയും എന്ന് പറയുന്ന ഈ ഘട്ടത്തിലാണ്, ഈ പേജുകളിലാണ് വളരെ കൃത്യമായി തന്നെ സരിനെതിരെയുള്ള വിമർശനം കൂടി ഉണ്ടാകുന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. സരിനെതിരെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ ഈ പുറത്തുനിന്ന് വരുന്ന ആളുകളെ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയുടെ വിഷയവും ചർച്ചയാക്കുമല്ലോ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അതിൽ ഡോക്ടർ P സരിൻ തലേദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയായിരുന്നു. 177 പേജിലാണ് ഈ പരാമർശമുള്ളത്. അത് കിട്ടാതായപ്പോൾ ഇരട്ടി വെളുക്കും മുൻപുള്ള മറുകണ്ഠം ചാടലാണ്. ശത്രുപാളയത്തിലെ വിള്ളൽ പരമാവധി മുതലെടുക്കണമെന്നത് നേര്. ഇത്തരത്തിൽ സ്വതന്ത്രരെ പക്ഷം നിർത്തുന്നതിനെ കുറിച്ച് സഖാവ് EMS പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായും നമുക്ക് കാണാം. അതിൽ PV അൻവറിന്റെ പേര് വളരെ കൃത്യമായി തന്നെ, വയ്യാവേലിയായ സന്ദർഭങ്ങൾ നിരവധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവറിന്റെ പേര് വളരെ കൃത്യമായി തന്നെ അവിടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പേജ് കൂടിയുണ്ട്. ഇതൊക്കെയാണ് വല്ലാതെ ഇടതുപക്ഷത്തെ CPM-നെ വെട്ടിലാക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു ഉദുമയിൽ നടത്തിയ പരീക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഈ ചേലക്കരൽ ഉൾപ്പെടെ ഈ കാലുമാറ്റ രാഷ്ട്രീയം അത് വലിയ ചർച്ചയാകുന്നുണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ വല്ലാതെ പാർട്ടിയെ വെട്ടിലാക്കുന്ന എല്ലാ തരത്തിലുള്ള പരാമർശങ്ങളും ഇതിലുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന് എന്ത് സംഭവിച്ചു എന്ന കാര്യം ജയരാജൻ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യ സർക്കാർ ജനകീയമായിരുന്നു. പരിണിതപ്രജ്ഞനായ മന്ത്രിമാരും MLA-മാരും അടക്കം അതിന്റെ ഭാഗമായിരുന്നു. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ ഒരു പരീക്ഷണ സർക്കാർ എന്ന തലത്തിൽ നടപ്പിലാക്കിയത് പൂർണ്ണമായും അത് പരാജയപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ചില വിമർശനങ്ങളായി ജയരാജന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നുണ്ട്. ഈ 179 പേജുള്ള ഈ പുസ്തകത്തിൽ ഉടനീളം ജയരാജൻ പറഞ്ഞു വെക്കുന്നത് തൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചരിത്രം, EMS-ഉമായുള്ള ബന്ധം, സഖാവ് കോടിയേരി ബാലകൃഷ്ണനുമായുള്ള ബന്ധമുണ്ട്. ഏറ്റവും കൂടുതൽ അദ്ദേഹം സീതാറാം യെച്ചൂരിയുടെ മരണവും ഇതുമായി പരാമർശിക്കുമ്പോഴാണ് ഇതിനിടയിൽ പിണറായി സർക്കാരിനെ വെട്ടിലാക്കുന്ന വിധത്തിൽ CPM-ന് ഒരുപക്ഷെ AK സെന്ററിന്റെ മുകളിലേക്ക് ഒരു ബോംബിടുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുഞ്ഞാലിക്കുരുടെ കാര്യം ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിട്ടുണ്ട്. തനിക്കെതിരായ നടപടി പരാമർശിച്ചിട്ടുണ്ട്. സാന്റിയോഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട വിഷയം പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തലങ്ങളിലും പാർട്ടിയെ വെട്ടിലാക്കുന്ന വിധത്തിലാണ് ജയരാജന്റെ ഈ പുസ്തകം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതിൽ ജയരാജൻ പൂർണ്ണമായും നിഷേധിക്കുന്നുവെങ്കിൽ പോലും നമുക്കിനി വേണ്ടത് DC ബുക്സ് ഇതിൽ എന്ത് ക്ലാരിഫിക്കേഷൻ വളരെ കൃത്യമായി ഔദ്യോഗികമായി നൽകുന്നു എന്ന കാര്യത്തിലാണ്. പക്ഷേ പുസ്തകം എന്ന ഒരു സാധനമുണ്ട്. അതിന്റെ പിന്നിൽ ഒരുപാട് പ്രോസസ്സിംഗ് നടന്നിട്ടുണ്ട്. അത് ഒരുപാട് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രസിദ്ധീകരണ ഘട്ടത്തിലേക്കും ഇതെത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ആയി നമുക്ക് നൽകാനുള്ളത്.
പറയാനുള്ളത്? സജിത്ത്, ഇങ്ങനെ ഈ പുസ്തകത്തിന്റെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഇൻഡിഗോ വിമാനത്തിന്റെ കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ആദ്യം ഇൻഡിഗോ വിമാനത്തിൽ നിന്ന് നമുക്കറിയാം ഇൻഡിഗോ വിമാനത്തെ ബഹിഷ്കരിച്ചതും ബഹിഷ്കരണം വളരെ പെട്ടെന്ന് പിൻവലിച്ചതുമൊക്കെ വളരെ പെട്ടെന്നല്ല, കാലങ്ങൾക്ക് ശേഷം പിൻവലിക്ക് സീതാറാം യെച്ചൂരിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ എല്ലാ മേഖലകളും സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്ത, ജയരാജനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ ഇതൊരു ജയരാജൻ എഴുതിയ പുസ്തകമല്ല, മറ്റൊരാൾ എന്തോ ഒരു വ്യാജമായി സൃഷ്ടിച്ചതാണ് എന്നുള്ള പ്രയോഗത്തെ എത്ര കണ്ട് വിശ്വസിക്കാനാകുമെന്നുള്ളതാണ്. അത് രഞ്ജിത്ത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ ഇത്തരമൊരു പുസ്തകം പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു വിവാദമുണ്ടാകുമെന്നത് ഇ.പി. ജയരാജൻ മുന്നിൽ കണ്ടിരുന്നോ, അതല്ല അദ്ദേഹം അപ്രതീക്ഷിതമായി ഈ പ്രതിസന്ധി വന്നപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിവാവുകയാണോ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവാത്ത കാര്യം. കാരണം അതിൽ ആ പുസ്തകത്തിൽ നടന്ന ഒരു പരാമർശമാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നല്ലോ, ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇത് പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന വിവാദം അദ്ദേഹം ആ ഒരു സെന്റൻസായി തന്നെ അത് ഉൾപ്പെടുത്തുമ്പോൾ അത് ബോധപൂർവം ഉൾപ്പെടുത്തിയതാണോ, അതല്ല അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്നതാണോ, അത് കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും ആ പരാമർശം